ആഴങ്ങളിൽ ആഴിയിൻ ആഴങ്ങളിൽ ഓരോ മത്സ്യത്തൊഴിലാളിയുടെയും ജീവിതം സാഹസികത നിറഞ്ഞതാണ്. പ്രാർത്ഥനയോടെ കരയിൽ നിന്ന് കടലിലെത്തുമ്പോൾ നിരവധി പ്രതിസന്ധികളാണ് അവിടെ നേരിടേണ്ടി വരുന്നത്. ദൈവകൃപ കൊണ്ട് ഈ പ്രതിസന്ധികളെ തരണം ചെയ്ത് കരയിലെത്തുന്ന ഓരോ മത്സ്യത്തൊഴിലാളിയുടെയും ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് ആഴിയിൻ ആഴങ്ങളിൽ. ഇത് ലാസർ ചിറയൻകീഴ് പഞ്ചായത്തിലെ താഴമ്പള്ളി സ്വദേശിയാണ്. 8-ാം വയസ്സിലാണ് ഇദ്ദേഹം ആദ്യമായി മത്സ്യബന്ധനത്തിന് പോയി തുടങ്ങിയത്. ആഴിയിൻ ആഴങ്ങളിലൂടെ മനസ്സ് തുറക്കുകയാണ് ലാസർ. എൻ്റെ പേര് താഴമ്പള്ളി ലാസർ എന്നാണ്. ഞാൻ 8-ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടെന്ന സന്ദർഭം മുതൽ മത്സ്യബന്ധനമായിരുന്നു എൻ്റെ തൊഴിൽ. ഈ കാലയളവിൽ ഞാൻ ആഴക്കടൽ മത്സ്യബന്ധനം പ്രക്രിയയാണ് എൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ. ഞങ്ങൾ താഴമ്പള്ളിയിൽ കമ്പവല മത്സ്യബന്ധനം നടത്തിയിരുന്ന എൻ്റെ ഫാദറിന് സ്വന്തമായി ഏനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ ഒരു കടലിൽ വെച്ചുണ്ടായ അപകടം മൂലം എൻ്റെ ഫാദർ ആശുപത്രിയിലാവുകയും 8-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടിരുന്ന ഞാൻ പഠിത്തം നിർത്തി മത്സ്യബന്ധനത്തിലേക്ക് ഇറങ്ങിയതാണ് എൻ്റെ മത്സ്യബന്ധന അനുഭവങ്ങൾ. ഈ മത്സ്യബന്ധന അനുഭവങ്ങളിൽ വെച്ച് തുടർച്ചയായി മത്സ്യബന്ധനത്തിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് വീണ്ടും ദാരിദ്ര്യം തന്നെയാണ് നമുക്ക് സംഭാവന ചെയ്യുന്നതിൻ്റെ ഫലമായി തുടർ പ്രവർത്തനങ്ങൾ ഫ്ലോട്ടിംഗ് യൂണിവേഴ്സിറ്റി പോലെ മറ്റ് പല ഭാഗങ്ങളിലും പോയി പഠിച്ചാണ് ഇപ്പോൾ ഞാൻ പ്രൊഫഷണൽ ഒരു വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാളും അതുപോലെ തന്നെ ബാങ്കിങ് സ്ഥാപനങ്ങളിലും മാനേജർ പോസ്റ്റിൽ വരെ ജോലി ചെയ്ത ഒരാളും കൂടിയാണ്. അതിനുശേഷം എൻ്റെ ആ കർമ്മങ്ങൾ കഴിഞ്ഞപ്പോഴും എൻ്റെ തൊഴിലെന്ന് പറയുന്നത് മത്സ്യബന്ധനമാണെന്നും ആ മത്സ്യബന്ധനത്തിലേക്ക് ഇപ്പോൾ യന്ത്രവൽകൃത രൂപത്തിലേക്ക് മാറിയതിൻ്റെ ഫലമായി അങ്ങനെ മത്സ്യബന്ധന പ്രക്രിയയിലാണ് ഇപ്പോഴെൻ്റെ പ്രവർത്തനങ്ങൾ. മത്സ്യബന്ധനത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു മത്സ്യത്തൊഴിലാളി അവന് ഈ പട്ടരച്ച് വരുന്ന കടലിനെ അത് കടന്നു കിട്ടാൻ വേണ്ടി നമ്മുടെ വിശ്വാസ പ്രമാണം അനുസരിച്ചുള്ള പ്രാർത്ഥനകൾ പ്രധാനമാണ്. ഈ പാലം കടക്കണം എന്ന ഒരു പ്രാർത്ഥനയിലുള്ള അതാണ് ആദ്യം നമ്മൾ കടലിൽ പോകുമ്പോഴുണ്ടാകുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ കുടുംബങ്ങളുടെ വയറ് അന്നം തരണമേ എന്ന പ്രാർത്ഥന, ഏതൊരു മത്സ്യത്തൊഴിലാളിയും അവരവരെ വിശ്വാസത്തിൻ്റെ പേരിലുള്ള ഒരു പ്രാർത്ഥന ഈ മത്സ്യബന്ധന രംഗത്ത് ഉണ്ടെന്നുള്ളത് സത്യമാണ്. ഇതിൽ പല ഘട്ടങ്ങളിൽ അപകടങ്ങളിൽ സംഭവിക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കുഞ്ഞുനാളിൽ ഞങ്ങളുടെ കമ്പവല മത്സ്യബന്ധനത്തിൽ കൂടുതൽ വ്യാപ്തമാക്കുന്നതിന് വേണ്ടി എൻ്റെ ഫാദർ പറഞ്ഞു തന്ന പ്രക്രിയ അനുസരിച്ച് മത്സ്യബന്ധനം നടത്തുക എന്നാൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതൊരു ശരിക്കും പറഞ്ഞ ഒരു ഹോബിയായിരുന്നു, ഒരു വാശിയായിരുന്നു, അതൊരു പ്രവൃത്തിയായിരുന്നു. ഈ രംഗങ്ങളിൽ അപകടങ്ങളുടെ രംഗം ഞാൻ തരണം ചെയ്തിട്ടുണ്ട്, പല അപകടങ്ങളും. മത്സ്യബന്ധനത്തിന് ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ മുതലപ്പൊഴി ഞങ്ങൾ പരമ്പരാ തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്താൻ കഴിയില്ല. ഇവിടെ റബ് സീസണിൽ വളരെ കഠിനാധ്വാനം നടത്തി ഈ മുതലപ്പൊഴി നീന്തിക്കടന്ന് ഒരു 200 ചൂണ്ടകൾ നീന്തിക്കടന്ന് കൊണ്ടുപോയാൽ അതിൽ നിന്ന് കിട്ടുന്ന മത്സ്യം ലഭ്യമാകുമെന്ന ഒരു പ്രധാന വിഷയം ഞങ്ങൾക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് എൻ്റെ ഫാദർ ഉൾപ്പെടെ നിർബന്ധിച്ചാണ് ഞങ്ങൾ ഈ തൊഴിൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്ത ഘട്ടത്തിൽ ഏറ്റവും വളരെ കടൽ രൂക്ഷമായ ഒരു ഭാവത്തിൽ ഞാൻ ഈ മുതലപ്പൊഴിയിൽ കീറിമുറിച്ച് നീന്തിയ സന്ദർഭത്തിൽ തിരമാലകൾ ഇങ്ങനെ 7ഓളം തിരമാലകൾ ഇങ്ങനെ വന്ന് എന്നെ
വെള്ളത്തിൽ താഴ്ത്തി കൊണ്ടുപോയ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ഈ ഘട്ടങ്ങളിൽ സത്യം പറഞ്ഞ ജീവൻ ഇനി തിരിച്ചു കിട്ടില്ല എന്ന ഓർമ്മയോടുകൂടി വെള്ളത്തിനടിയിരുന്നു കൊണ്ട് തന്നെ എൻ്റെ വിശ്വാസത്തിലുള്ള ദൈവങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച് ഞാൻ ആ പ്രാർത്ഥനയോടുകൂടി ഓളങ്ങളുടെ മുന്നോട്ടിൽ വന്ന് ശ്വാസം പിടിക്കുന്ന ഒരു പ്രക്രിയ, അത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. അങ്ങനെ ഞാൻ നീന്തി ഏറ്റവും ഉള്ളിൽ ചെന്നിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞാണ് ഞാൻ തിരിച്ച് ഈ കരയിൽ നീന്തി വന്നത്. ഒരാൾ പോലും രക്ഷിക്കാൻ വരാൻ കഴിയുന്ന സാഹചര്യമല്ലായിരുന്നു. അപകടമുണ്ടായ സന്ദർഭം അത് നമുക്ക് വിവരിക്കാൻ കഴിയുന്നതല്ലെങ്കിൽ പോലും വെള്ളത്തിനടിയിലുള്ള ഒരു സന്ദർഭത്തിലാണ് ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ഞാൻ പെട്ടെന്ന് ഒരു പ്രാർത്ഥനയിൽ യേശുവേ, അല്ലെങ്കിൽ യേശുവിൻ്റെ ഇത് അപ്പോസ്തലന്മാരായിട്ടുള്ളവരെ കുറിച്ചായിരിക്കും അങ്ങനെ ഒരു പ്രാർത്ഥന ഞാൻ നടത്തിയിട്ടുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു അപകടത്തിന് വഴിമാറി എനിക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന് ഈ കാലയളവിൽ വരെ എൻ്റെ ബോധ്യമാണ്. ഇത് തന്നെയാണ് ഞങ്ങൾക്കുള്ള ഒരു വ്യക്തമായ ഒരു വഴികാട്ടി എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ക്രിസ്തീയ വിശ്വാസം എന്നെ പഠിപ്പിച്ചിരിക്കുന്നതും ഞാൻ പ്രവർത്തിച്ചിരിക്കുന്നതും. ഒരു മത്സ്യത്തൊഴിലാളി എന്നുള്ള നിലയ്ക്ക് എല്ലാ ഞായറാഴ്ചയും കടപ്പെട്ടതാണ്. ആ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഭാഗമായി അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു പുണ്യദിനം എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിൽ എൻ്റെ മുൻഗാമികളായ എൻ്റെ ഫാദർ ഉൾപ്പെടെയുള്ളവരുടെ നിർദ്ദേശങ്ങൾ തന്നെയായിരിക്കും നമ്മൾ ആ വിശ്വാസത്തിലേക്ക് കടപ്പെട്ടിരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഇത് മത്സ്യത്തൊഴിലാളി എന്നുള്ള നിലയ്ക്ക് ഈ പറഞ്ഞ കടലിൽ പോകുമ്പോൾ അപകടങ്ങളെ തരണം ചെയ്യാനുള്ള ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയും അതിനോടൊപ്പം ഞങ്ങളുടെ വയറ് നിറയ്ക്കാൻ വേണ്ടി മത്സ്യം കിട്ടണേ എന്നുള്ള പ്രാർത്ഥനകൾ. അതുപോലെ തിരിച്ച് കരയ്ക്ക് വന്നാൽ ധർമ്മം കൊടുക്കുന്നതിന് പോലും ആ ഒരു മനസ്സ് കാണിക്കുന്ന ഒരു തൊഴിലാളി വർഗമാണ് മത്സ്യത്തൊഴിലാളി വർഗം. ഞങ്ങളുടെ ഒരു ചെറുപ്പഘട്ടത്തിൽ കടലിൽ വെള്ളം ഇറക്കുകയോ അല്ലെങ്കിൽ കട്ടമേൽ ഇറക്കി പോകുക എന്നുള്ള ഒരു ഘട്ടത്തിൽ ഈ തിരമാല വലിയതായിട്ട് വീശി വരും. ഈ വീശി വരുമ്പോൾ എൻ്റെ കൂടെ മത്സ്യബന്ധനം ചെയ്തവർ കടലിനെ ആംഗ്യം കാണിച്ച് ഇങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത്. അതിനെ വെല്ലുവിളിച്ച് മത്സ്യബന്ധനം നടത്തിയ മത്സ്യത്തൊഴിലാളികളോടൊപ്പം മത്സ്യബന്ധനം നടത്തിയ ഒരാളാണ് ഞാൻ. അത് എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ഒരു വലിയൊരു അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അത് നമ്മുടെ തൊഴിലിന് ചെയ്യാനുള്ള ആർജവം അത് ഈ മത്സ്യത്തൊഴിലാളിക്കുള്ള ആ ഒരു തൻ്റെ ഇടം തന്നെയാണെന്ന് ഞാൻ ബോധ്യപ്പെട്ടിട്ടുണ്ട്. യേശുവേ എന്ന പ്രാർത്ഥനയോടുകൂടിയുള്ള ജീവിതമാണ് എൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ. അതിൽ ഒരുപാട് ഘട്ടങ്ങളിൽ നമ്മൾ തിരിച്ച് ചിന്തിക്കുമെങ്കിൽ പോലും അന്നന്ന് രാത്രി കിടക്കുമ്പോഴൊരു പ്രാർത്ഥനയോടുകൂടിയാണ് കിടക്കുന്ന ഒരു സ്റ്റേജാണ് ഈ എൻ്റെ ജീവിതത്തിൽ ഞാൻ നടത്തിയിട്ടുള്ളത്. അത് ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിലെല്ലാം ഞാൻ കാണുന്നതാണ്. അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് അവർ തുടങ്ങുന്നതും നിദ്രയിൽ പോകുമ്പോഴും ഉണ്ടാകുന്ന പ്രാർത്ഥനയും ഇത് ഞങ്ങൾ കാണുകയും കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. മത്സ്യബന്ധനത്തിന് കുഞ്ഞുനാളുകളിൽ ഒരുപാടധികം കടലിന് അപകടങ്ങളുണ്ട്. ആ അപകടങ്ങൾ നമ്മൾ തരണം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഈ തെങ്ങിനോളം പൊക്കത്തിന് തിരമാല വന്നാലും അവിടെ നിന്ന് ചലിക്കാതെ വീണ്ടും മുന്നോട്ട് നീന്തിപ്പോകാനുള്ള ഒരു പ്രത്യേക പ്രാവീണ്യമാണ് ഒരു മത്സ്യത്തൊഴിലാളിക്കുള്ള ഒരു പ്രത്യേകത. അതായത് എത്ര വലിയ പൊക്കത്തിലും തിരമാല വന്നാലും നമ്മൾ മണലിൽ പോയി പിടിച്ച് ആ തിര പോയതിന് ശേഷം വീണ്ടും നീന്തിപ്പോകുന്ന ഒരു പ്രക്രിയ അത് നമ്മളെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഭവ സമ്പത്ത് തന്നെയാണ്.
2024 ട്രോൾ ബാൻ കഴിഞ്ഞ പീരീഡിന് ഈ ഉടുപ്പി കർണാടകത്തിൽ നിന്ന് മത്സ്യബന്ധനം തുടങ്ങി ഒരു 100 നോട്ടിക്കലിന് ഉള്ളിൽ വെച്ച് തന്നെ കാലാവസ്ഥ മോശമായതുകൊണ്ട് ഞങ്ങൾ രാത്രി ഞങ്ങൾക്ക് ഓടുന്നതിന് തന്നെ പ്രയാസമുണ്ടായി. തിരിച്ച് ഞങ്ങൾ കൊച്ചി ലൊക്കേഷൻ വെച്ച് ഓടുകയാണ്. അപ്പോൾ ഞാനാണ് അതിൻ്റെ നാവിഗേറ്റർ. അപ്പോൾ ഈ സന്ദർഭത്തിൽ നേരം വെളുത്തതിന് ശേഷം നല്ല അന്തരീക്ഷത്തിൽ കിടന്ന ഒരു അന്തരീക്ഷം പെട്ടെന്ന് കറക്കുകയും ഇത് വളരെ ശക്തമായ മഴയായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ വന്ന ഘട്ടത്തിൽ തന്നെ ഒരു ആകാശക്കാല് ഈ നമ്മൾ കേട്ടറിവുണ്ടായിരുന്നത് ഞാൻ നേരിട്ട് അനുഭവപ്പെട്ടു. കാരണം എൻ്റെ ബോട്ടിന് തൊട്ടടുത്ത് വന്ന് ഈ ആകാശക്കാല് വീഴുന്ന ഒരു സന്ദർഭം ഇത് എല്ലാവരെയും അമ്പരപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ക്യാമറ പോലും എടുക്കാനുള്ള ഒരു ബുദ്ധി അന്നേരം എനിക്ക് വന്നില്ല. കാരണം ഇത് ഭയപ്പാട് ഞങ്ങൾക്കുണ്ടായി. ഈ വെള്ളം ശക്തിയായി, കടലിലെ വെള്ളം ശക്തിയായി ആകാശത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന രംഗം ഇത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ഡേഞ്ചേഴ്സായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഞങ്ങൾ ഈ മുതലപ്പുഴി കേന്ദ്രീകരിച്ച് മത്സ്യബന്ധനം നടത്തുന്നതിൽ താഴമ്പള്ളി, പൂത്ര, പെരുമാതുറ പ്രദേശങ്ങളിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മുതലപ്പുഴയുടെ ഒരു കടലറിവ്, ഏത് വേലിയേറ്റം വേലിയിറക്കവും ഇത് മനസ്സിലാക്കി കടലിൻ്റെ കടല് ശാന്തതയുണ്ടോയെന്ന് മനസ്സിലാക്കി മത്സ്യബന്ധനം നടത്താൻ കഴിയുന്ന വലിയൊരു വിഭാഗം മത്സ്യത്തൊഴിലാളികൾ ഈ മുതലപ്പുഴയിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ അത്തരത്തിലൊരു കടലറിവുള്ളതുകൊണ്ട് പരമാവധി അപകടങ്ങൾ കുറഞ്ഞിരിക്കുന്നതായിട്ട് ഞങ്ങളെ പ്രദേശത്ത് കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറിച്ച് പുതുക്കുറിച്ചി, മെരീനാട്, ഈ പറഞ്ഞ അഞ്ചുതെങ്ങ്, മാമ്പള്ളി തുടങ്ങിയ പ്രദേശങ്ങളിലും വർക്കല തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള മത്സ്യത്തൊഴിലാളികൾക്കാണ് ഇവിടെ കൂടുതൽ അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അത് ഈ ഒരു കടലറിവിൻ്റെ പോരായ്മയായിട്ട് കാണുന്നുണ്ട്. ഞാൻ പഠിച്ചിരുന്ന ഘട്ടത്തിൽ തന്നെ ഈ ഞങ്ങളെ കമ്പോല പ്രവർത്തിക്കുന്നതിന് പോകുമായിരുന്നു. അപ്പോൾ തിരികെ വരുമ്പോൾ വള്ളത്തിൻ്റെ ശരിക്ക് അതിൻ്റെ പങ്കായക്കാരൻ എന്ന് പറയുന്നവനാണ് ക്യാപ്റ്റൻ. അത് എൻ്റെ ഫാദറാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന് തുഴഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ വള്ളത്തിനേക്കാളും 3 ഇരട്ടി പൊക്കത്തിൽ തിരമാല വള്ളത്തിൽ വന്ന് വീഴുകയും ഈ പങ്കായം പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളിനെ തിരിച്ച് അടുത്ത 2ാം പടിയിൽ നെഞ്ചിടിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം കര നിന്ന് തന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആ സന്ദർഭത്തിൽ അബോധാവസ്ഥയിലായിരുന്ന എൻ്റെ ഫാദറിനെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതാണ് ഞാൻ ആ അപകടത്തിന് ഇപ്പോഴും മറക്കാൻ കഴിയാത്തത് തന്നെയാണ്. ആ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ കുഞ്ഞുനാളിൽ കിട്ടിയ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മാർഗദർശിയാണ്. ഇത് ഞായറാഴ്ച കടപ്പെട്ട ദിവസങ്ങളിൽ കൃത്യമായി പള്ളിയിൽ പോകുക, അതുപോലെ തന്നെ വീടുകളിൽ പ്രാർത്ഥിക്കുക, അവരുടെ മത്സ്യബന്ധനത്തിന് പോകുമ്പോഴുണ്ടാവുന്ന പ്രാർത്ഥിക്കുക, ഇതൊക്കെ ഞങ്ങൾക്ക് പാരമ്പര്യമായി കിട്ടിയ ഒരു അറിവുണ്ട്. ഇന്ന് നമ്മളെ നാട്ടിൽ വന്ന ഒരുപാട് വിഷയങ്ങളിലും നമ്മൾ രക്ഷപ്പെടുകയാണ് ചെയ്തത്. കാരണം ഈ ലഹരി നിന്ന് നമ്മൾ വിമുക്തി നേടിയത് നമ്മളെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്. കാരണം എൻ്റെ ഈ ഗ്രാമങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ പുകവലിക്കുന്നവർ വിരളമായിരിക്കും. ചിലപ്പോൾ 100 പേരെടുത്താൽ ഒരാളെ കാണും. അതേപോലെ തന്നെ മറ്റ് ലഹരി, ഇപ്പോൾ സാമ്പത്തികമായ ഇത് ഭദ്രത ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പലരും ലഹരികൾ മദ്യപാനം ഉപേക്ഷിക്കുന്ന ഒരു പ്രക്രിയ ഇവിടെ ഉണ്ട്. അതുപോലെ മറ്റ് കടുത്ത ലഹരി പ്രയോഗങ്ങളൊന്നും ഇല്ലാത്ത ഒരു പ്രദേശം എന്ന് തറപ്പിച്ച് പറയാൻ കഴിയുന്നതും ഞങ്ങളുടെ ഈ വിശ്വാസത്തിൻ്റെ പശ്ചാത്തലം തന്നെയാണെന്ന് വ്യക്തതയാണ്. കാലാവസ്ഥയെക്കുറിച്ച് മത്സ്യത്തൊഴിലാളിക്കുള്ള അറിവെന്ന് പറഞ്ഞാൽ, പണ്ട് ഞങ്ങൾ ഈ കുടിലുകളിൽ കടപ്പുറത്ത് താമസിക്കുന്ന ഘട്ടത്തിൽ കുടിലിന് പുറത്ത് അവൻ
തലയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവൻ ആകാശത്ത് നോക്കുമ്പോൾ കാണുന്ന നക്ഷത്രങ്ങളും ആകാശത്തിൻ്റെ പ്രത്യേകതകളും മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് നമുക്ക് പണിക്ക് പോകാൻ കഴിയുന്നതാണ്, മീൻ കിട്ടുന്നതാണ് എന്ന് ആ വെളുപ്പാങ്കാലത്ത് തന്നെ അവൻ അനുമാനിക്കുന്നതാണ്. അതിനനുസരിച്ച് മറ്റു തൊഴിലാളികളെ വിളിച്ചുകൂട്ടി മത്സ്യബന്ധനത്തിന് പോകാനുള്ള ഒരു കാലാവസ്ഥ നിരീക്ഷണം അവൻ്റെ മുന്നിലുണ്ട്. അത് ഞങ്ങൾ ഇവരെയുള്ളവരും മനസ്സിലാക്കുകയും രാത്രികാലങ്ങളിൽ കടലിൽ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ അന്ന് നമുക്ക് ഈ GPS മറ്റു കാര്യങ്ങളും ഇല്ലാത്ത ഘട്ടത്തിൽ ദിക്കറിയാൻ കഴിയുന്നത് നക്ഷത്രങ്ങളെ നോക്കിയാണ് ദിക്കറിയുന്നതും. അതേപോലെ തന്നെ കടലിലെ ഓളങ്ങളും കാറ്റിനെയും അനുമാനപ്പെടുത്തിയും ദിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ കടലിൽ ഒഴുക്ക് സംബന്ധിച്ച് തീർച്ചയായിട്ടും ഓളങ്ങൾ അനുസരിച്ച് ഒഴുക്കിനെ നമ്മൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നതാണ്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് ഈ കാലാവസ്ഥ നിരീക്ഷണം നമുക്ക് സ്വയം പ്രവചിക്കാൻ കഴിയുന്നത്. അതേപോലെ ആകാശത്ത് ഈ വെള്ളമേഘങ്ങളുടെ കൂട്ടമായ യാത്ര ചെയ്യുന്ന ഘട്ടങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്ന് ശരിക്കും ശക്തമായ കൊടുങ്കാറ്റുണ്ടാകാം എന്ന് നമുക്ക് അനുമാനിക്കാം എന്ന് ഞങ്ങളുടെ ഈ കാലയളവിലുള്ള അനുഭവങ്ങൾ വെച്ചാണ് ഞാനത് പറഞ്ഞത്. ഞങ്ങൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ വേണ്ടി പരമ്പരാ തൊഴിലാളി എന്നുള്ള നിലയ്ക്ക് അന്ന് തിരമാലയുടെ ഏറ്റക്കുറിച്ചിലുകൾ, പൊക്കത്തിനനുസരിച്ചുള്ള ഏറ്റക്കുറിച്ചിലുകൾ മനസ്സിലാക്കുകയും ഈ സന്ദർഭത്തിൽ നമുക്കൊരു യാന അപ്പുറത്ത് കടത്താൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രമാണ് യാന ഇറക്കുന്നത്. അതിന് ചിലപ്പം നമ്മൾ സമയം എടുത്ത് തന്നെ കൂടിയ തിരമാല വരുന്നതിന് ശേഷം അത് ശാന്തമാവുന്നവരെ കാത്തിരിക്കാനുള്ള സന്മനസ് കാണിച്ചാണ് വള്ളങ്ങളും കട്ടമരങ്ങളും ഞങ്ങൾ പണ്ട് മുതലേ കടലിലേക്ക് പോയിട്ടുള്ളത്. യാതൊരു മത്സ്യത്തൊഴിലാളിയും അവൻ്റെ വിശ്വാസം പ്രകൃതിപ്പെടുത്തുന്ന ജീവിതം ക്രമം തന്നെയാണ്. അത് ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ഘട്ടത്തിൽ അവനൊരു അപകടം മുന്നിൽ കണ്ട അവൻ്റെ വിശ്വാസത്തിൽ ഉള്ള അത് പ്രാർത്ഥനയാണ് അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. ഇത് ഒരിക്കലും അവൻ ഒഴിവാക്കുന്നതല്ല, ക്രിയാത്മകമായി അവൻ ചെയ്തു പോകുന്നതും അത് പരമ്പരാഗതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ തന്നെയാണ്. ബൈബിളിൽ നമുക്ക് വായിക്കുമ്പോൾ സ്വയത്തമാക്കാൻ കഴിയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് എങ്ങനെ മുന്നോട്ട് വരാനുള്ളൊരു പ്രയാണം, അത് നമ്മളൊരു നേർവര കാണിച്ചു തരുന്നതാണ്. അത് അനുസരിച്ച് നമ്മൾക്ക് ജീവിക്കാനുള്ള ഒരു മാർഗദർശിയാണ് നമ്മൾ ഈ ക്രൈസ്തവ ജീവിതത്തിൽ ഞങ്ങൾ വളരെ വിശ്വസ്തമായിട്ട് മുന്നോട്ട് പോകുന്നത്. മത്സ്യബന്ധനം ഇപ്പോഴീ തീരക്കടലിൽ വറുതിയാണ്. ഇത് കഴിഞ്ഞ കുറേ കാലം കൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ അനുഭവം വറുതിയുടെ ദിനങ്ങളാണ്. ഇതിന്ന് മാറ്റം വരുത്തുക, ഇത് നമ്മൾ കൂടുതൽ മത്സ്യസമ്പത്തിലുള്ളിടത്ത് പോയി തേടിപ്പിടിച്ച് മത്സ്യം പിടിക്കുകയിലാണ് ആഴക്കടൽ മത്സ്യബന്ധനത്തിൻ്റെ ലക്ഷ്യം. കാരണം ആഴങ്ങൾ എത്രത്തോളം താണ്ടുമോ അത്രത്തോളം കൂടുതൽ മത്സ്യം അല്ലെങ്കിൽ വലിയ മത്സ്യങ്ങളെ പിടിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് കൂടുതൽ വരുമാനം ഉണ്ടാകില്ലെങ്കിൽ പോലും പല മത്സ്യങ്ങളെയും എൻ്റെ അത്രയുള്ള മത്സ്യങ്ങളെ പിടിച്ച് നമ്മൾ ബോട്ടിൽ കയറ്റുമ്പോഴുണ്ടാകുന്ന ആ സംതൃപ്തി അത് വേറെ ഒന്നും കിട്ടില്ല നമുക്ക്. അത് ശരിക്കും പറഞ്ഞാൽ മത്സ്യസമ്പത്തിൻ്റെ ഉൽപ്പാദനം കൂട്ടാൻ അതിനുവേണ്ടി നമുക്ക് പ്രയത്നിക്കാം എന്ന് തന്നെയാണ് ഈ മത്സ്യബന്ധനത്തിൽ ഇടപെടാനുള്ള കാരണം.
ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ പോലും വലയിടുന്നതിന് മുമ്പ് എല്ലാവരും ഒരു കൂട്ടം കൂടി ഇന്ന് ഒരു പ്രാർത്ഥന നന്മ നിറഞ്ഞ മറിയം പഠിക്കാറുണ്ട്. പഠിച്ച് ഞങ്ങൾക്ക് അന്നുള്ള ആഹാരം തരാനുള്ള ഒരു പ്രാർത്ഥനയാണ് അത്. ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു സന്തോഷത്തോടുകൂടി കാലാവസ്ഥയുടെ പ്രധാനം നോക്കിക്കൊണ്ട് വല ഇറക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വലിക്കുന്ന സമയത്തും എല്ലാവരും പ്രാർത്ഥിച്ചില്ലെങ്കിലും പ്രധാനമായിട്ട് നിൽക്കുന്ന ഞങ്ങളെപ്പോലുള്ളവരെങ്കിലും കുരിശ് വരച്ച് വല വലിക്കൂ. അപ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന ഒഴിവാക്കാൻ പറ്റാത്തത് തന്നെയാണെന്ന് ബോധ്യമാണ്. പലപ്പോഴും ഒരു സമൂഹത്തിൽ നമുക്ക് അവഗണിക്കപ്പെടാറുണ്ട്, അല്ലെങ്കിൽ പലതും നഷ്ടപ്പെടാറുണ്ട്, അല്ലെങ്കിൽ പലതും നമുക്ക് ത്യജിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ഘട്ടങ്ങളിൽ ഒരു നേരമെങ്കിലും പ്രാർത്ഥിക്കുമ്പോഴുണ്ടാകുന്ന അനുഭൂതി അത് തന്നെയാണ് തുടർന്നും ജീവിക്കാനുള്ള കരുത്തേകുന്നു എന്ന് മാത്രം പറയാൻ എനിക്ക് അതിന് കഴിയുള്ളൂ. നമ്മുടെ ആത്മീയ വിശ്വാസത്തിൻ്റെ ആ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യേശുവിലുള്ള ആ വിശ്വാസം. ദൈവമേ ഞങ്ങൾക്കിന്ന് ഞങ്ങളെ അന്നം തരണമേ എന്ന ആ ഒരു നിലവിളി, അതാണ് ഒരു മത്സരയുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ ഒരിക്കലും നമുക്ക് പട്ടിണികളാക്കേണ്ടി വന്നിട്ടില്ല. അത് തന്നെയാണ് നമ്മളെ വിശ്വാസത്തിൻ്റെ വർധനവും. ഇത് യാതൊരു മത്സരാളിയും അതിയായി വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പ്രാർത്ഥനയ്ക്ക് ഒരു വലിയൊരു പ്രാധാന്യം നമ്മളെ ജീവിതത്തിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനപരമായി സന്തോഷകരമായി ജീവിക്കാൻ കഴിയും എന്ന ഉറപ്പും ഇങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭം ദൈവം നമുക്ക് നൽകിയതിലും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.